ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപ അനുവദിക്കുക, PF പെൻഷൻ ഗ്രാറ്റുവിറ്റി നൽകുക, ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കുക, ബജറ്റിൽ സംസ്ഥാനത്തിനർഹമായ വിഹിതം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CITU ജില്ലാ സെക്രട്ടറി MC ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു നാണവുമില്ലാതെ കേരളത്തിലെ UDF ആ സമരത്തിന് പിന്തുണ. ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ MLA സഭ ബഹിഷ്കരിച്ചുകൊണ്ട് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് പോയി. അവരിപ്പോൾ നിരാഹാര സമരമാണ്. സംസ്ഥാന ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നില്ലെന്നാണ് അവരുടെ ആക്ഷേപം. ഹെൽത്ത് മിഷൻ ഡയറക്ടർ അവരുമായി ചർച്ച ചെയ്തു. ആ ചർച്ച പരാജയപ്പെട്ടത് വലിയ വാർത്തയാണ്. മന്ത്രി ചർച്ച ചെയ്യണമെന്നുള്ള പൊതു അഭിപ്രായം ഈ വാർത്ത സൃഷ്ടിക്കുന്നവർ ഉയർത്തി. ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ച ചെയ്തു. ആരോഗ്യവകുപ്പ് മന്ത്രിയും വസ്തുതകൾ അവരുടെ മുമ്പിൽ വിവരിച്ചു. അവർ പരിഗണിക്കുന്ന കാര്യം സംസ്ഥാന ഗവൺമെന്റ് പരിഗണിക്കാൻ കഴിയുന്നതല്ല. ഇവർക്ക് ശമ്പള സ്കെയിൽ നിശ്ചയിക്കണം. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഹെൽത്ത് മിഷൻ കീഴിൽ സന്നദ്ധ സേവകരായി നിയമിതരായവർക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാൽ അവരെ സംസ്ഥാന ജീവനക്കാരാക്കാൻ കഴിയുമോ? KK വിലാസിനി അധ്യക്ഷത വഹിച്ചു. TO സുധ സ്വാഗതം പറഞ്ഞു. യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് P മാധവൻ സംസാരിച്ചു.